Welcome to my YouTube channel. This is me, Abhiram Subhash. You can call me Abhiram or Abhi. So, once again, welcome all of you. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് കേരളത്തിലില്ല, ഇന്ത്യയിലില്ല, ഏഷ്യയിലില്ല, ഇൻ്റർനാഷണൽ അപ്ഡേറ്റ്. ഇന്ത്യയും ഏഷ്യയൊക്കെ ആയിട്ട് ബന്ധമുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് ഈ മോഡലിങ്, പാജൻറ്റ്, അതുപോലെ മിസ് വേൾഡ്, മിസ് യൂണിവേഴ്സ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇപ്പോൾ ഇങ്ങനെ എന്താണ് ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ, സൗത്ത് ഇന്ത്യയിൽ, അങ്ങനെ ഓക്കെ. അപ്പോഴത്തേക്കിനും അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഇന്നായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ബ്രേക്കിംഗ് ന്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ മിസ് വേൾഡ് നിന്ന് മിസ് യൂണിവേഴ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ ഉള്ളൊരു ഓർഗനൈസേഷനാണ് മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണൽ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2013 മലയാളത്തിൽ 2013 മുതലാണ്, 2013 മുതലാണ് ഇങ്ങനൊരു ഓർഗനൈസേഷൻ നിലവിൽ ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു 12ാമത്തെ എഡിഷനായിരുന്നു MGIയുടെ, അതായത് മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണൽ. അതിനകത്ത് വിന്നറായിട്ട് വന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ റേച്ചൽ ഗുപ്തയായിരുന്നു. അതൊരു പഞ്ചാബിയാണ്. സോ ഇപ്പോൾ അവർ ഒക്ടോബർ 26 തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, 25 or 26 ഒക്ടോബർ ലാസ്റ്റ് ആയിരുന്നു അവരെ ക്രൗണിങ്. അങ്ങനെ അവർ ക്രൗൺ ചെയ്തു. പക്ഷേ ഇന്ന് രാവിലെ നോക്കുമ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് അവർ മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണൽ എന്ന സ്ഥാനം രാജിവെച്ചിരിക്കും. സംതിങ് ഇസ് ഫിഷി ഗൈസ്. അപ്പോൾ എന്തൊക്കെയോ വലിയ വലിയ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ നോക്കാം. കാരണം ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾ പാജൻ്റൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാകും എത്രത്തോളം പ്രൗഡായിട്ടാണ് ഓരോ ആൾക്കാരും റേച്ചലിനെ കാണുന്നത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ നിന്നും ആദ്യമായി വിജയിക്കുന്ന വ്യക്തിയായിരുന്നു റേച്ചൽ മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണൽ. എനിക്കൊന്നു 10-70 രാജ്യങ്ങളെ പിന്നിട്ടാണ് റേച്ചൽ ആ ഒരു കിരീടം സ്വന്തമാക്കുന്നത്. ഇറ്റ്സ് നോട്ട് ഈസി ഗൈസ്. അപ്പോൾ എന്താ പറയുന്നത്, ഇതൊരു അതൊക്കെ വിഷമമുണ്ട്. കാരണം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്നൊരു മിസ് ഗ്രാൻഡ് വിന്നറായിരുന്നു റേച്ചൽ, ഇന്ത്യക്കാരി ആയിട്ടുള്ളൊരു വിന്നറായിരുന്നു. അപ്പോഴത്തേക്കിനും ഇപ്പോൾ ഒരു ഒഫീഷ്യലി ഓർഗനൈസേഷനും റേച്ചലും വന്ന് പറഞ്ഞിട്ടുണ്ട് റിസൈൻ ചെയ്തു എന്ന്. അപ്പോൾ നമുക്കിനി രണ്ട് പേരുടെയും രണ്ട് ഭാഗങ്ങൾ കേൾക്കാം. ഓർഗനൈസേഷനുമായിട്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്, രാജിവെച്ചത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റേച്ചലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നറിയാം. സോ റേച്ചൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റ് എങ്ങനെയാണ് പിന്നെ: It is with deep regret that I share this news. I have made the decision to step down as Miss Grand International 2024 and return my crown. Being crowned was one of the most cherished dreams of my life, and I was filled with hope and pride to represent my country and make history. However, the month following my crowning have been marked by broken promises, mistreatment and toxic environment I can no longer endure in silence. This decision was not made lightly. In the coming days, I'll be releasing a full video sharing the details behind this difficult journey. I ask for your compassion, your open hearts and your continued support as I take this next step. Your love means more than you know. With sincerely, Rachel Gupta. ഇതായിരുന്നു റേച്ചലിൻ്റെ നോട്ട്. ചുരുക്കം പറഞ്ഞാൽ റേച്ചൽ പറഞ്ഞിരിക്കുന്ന വളരെ സങ്കടത്തോടെ ഒരു വാർത്ത അറിയിക്കുന്നു. അതായത് മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണൽ 2024 എന്ന സ്ഥാനം ഞാൻ രാജിവെക്കുന്നു, എൻ്റെ കിരീടം ഞാൻ തിരിച്ചേൽപ്പിക്കുന്നു എന്നാണ്. പിന്നെ അവർ പറയുന്നത് ബീങ് ക്രൗൺഡ് വാസ് വൺ ഓഫ് ദ മോസ്റ്റ് ചെറിഷ്ഡ് ഡ്രീംസ്. അതായത് അവർ പറയുന്നത് കിരീടദാനം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. എൻ്റെ രാജ്യത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ പറയുന്നത്. എൻ്റെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ചരിത്രം സൃഷ്ടിക്കാനുള്ള പ്രതീക്ഷയും അഭിമാനവും എന്നിൽ നിറഞ്ഞിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിരുന്നാലും അവരുടെ കിരീടധാരണത്തിന് ശേഷമുള്ള മാസങ്ങൾ അവിടെ വാഗ്ദാന ലംഘനങ്ങൾ നടന്നുവെന്നും പിന്നെ മോശമായ പെരുമാറ്റം. അപ്പോൾ അവർ പറഞ്ഞു എനിക്കിനി നിശബ്ദമായി നിൽക്കാനോ സഹിക്കാനോ കഴിയില്ല, അവർക്കിപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് അവർ രാജിവെച്ചു എന്നാണ് പറയുന്നത്. ഈ തീരുമാനം നിസ്സാരമായി എടുത്തതല്ല. വരും ദിവസങ്ങളിൽ ഈ ഒരു ഭയങ്കര ദുഷ്കരമായ യാത്രയെപ്പറ്റി വിശദമായി പങ്കുവയ്ക്കുമെന്നും അതിൻ്റെ ഒരു പൂർണ്ണ വീഡിയോ വരുന്ന ദിവസങ്ങളിൽ പുറത്തിറക്കാമെന്ന് റേച്ചൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണമെന്ന് റേച്ചൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ആത്മാർത്ഥതയോടെ സിൻസിയർലി റേച്ചൽ ഗുപ്ത.
ഇതാണ് റേച്ചൽ ഇട്ട പോസ്റ്റ്. എനിക്കിത് നിങ്ങൾക്ക് കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഗൈസ്. അടുത്തത് നമ്മുടെ MGI ഓർഗനൈസേഷൻ, മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ. ലൈക്ക് അവർ പറയുന്നത് MGI ഓർഗനൈസേഷൻ്റെ അവരുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണലിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒഫീഷ്യൽ അക്കൗണ്ടിനകത്ത് അവരൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ്: ദ മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ hereby announce the termination of, I think pronunciation correct ആണോ അറിയില്ല guys, hereby announces the termination of Miss Rachel Gupta title as Miss Grand International 2024 effectively immediately. The decision follows her failure to fulfill her assigned duties, engaging in external projects without prior approval from the organization, and her refusal to participate in the scheduled trip to Guatemala. As a result, the organization has revoked the title with immediate effect. Ms. Rachel Gupta is no longer authorized to use the title or wear the crown associated with Miss Grand International 2024. We request that the crown be returned to the MGI head office within 30 days from the date of this notice. Miss Grand International Public Company Limited, 28 May 2025. So, ഇതിൽ പറയുന്നത് ഇങ്ങനെ വിത്ത് ഇമ്മീഡിയറ്റ് ആക്ഷനായിട്ട് റേച്ചലിൻ്റെ പദവി അവർ പിൻവലിക്കുക എന്നാണ് അവർ പറയുന്നത്. ലൈക്ക് മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ മിസ് റേച്ചൽ ഗുപ്തയുടെ ലൈക്ക് മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണൽ എന്ന പദവി ലൈക്ക് പിൻവലിക്കുന്നു അല്ലെങ്കിൽ അവസാനിപ്പിക്കുന്നു എന്നതിനാൽ പ്രഖ്യാപിക്കുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് കുറേ ഡ്യൂട്ടീസ് കൊടുക്കുക, അത് ഈ റെയിനിങ് ക്വീൻസിന് കുറേ ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പോൾ അതൊന്നും അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെന്നും സംഘടനയുടെ ലൈക്ക് ഓർഗനൈസേഷൻ്റെ അനുവാദമില്ലാതെ വേറെ എന്തൊക്കെ പ്രോജക്റ്റിൽ ഏർപ്പെട്ടെന്നും പിന്നെ ഗൗതമാലയിലിട്ട് പോകാനായിട്ട് വിസമ്മതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അവർ അതിൻ്റെയൊക്കെ റിസൾട്ടായിട്ടാണ് സംഘടന അവരുടെ പദവി പിൻവലിച്ചെന്ന് തീരുമാനിച്ചത്. സോ ഇനി ഈ നോട്ടീസ് വന്ന് 30 ദിവസത്തിനുള്ളിൽ MGIയുടെ ഓഫീസിൽ അവരുടെ ക്രൗണ് തിരിച്ചേൽപ്പിക്കണം. ഇനി മുതൽ അവർക്ക് ആ ക്രൗണ് വെക്കാനോ അണിയാനോ കഴിയില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. റേച്ചൽ ഗുപ്ത ഇസ് ഒരു വെരി പ്രൗഡ് ലേഡി ഫോർ ഇന്ത്യൻസ്. കാരണം ഇന്ത്യക്കാർക്ക് ഭയങ്കര അഭിമാനം നേടിയൊരു സംഭവമായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ഈ MGIയെ പറ്റി അറിയുന്നത് ഇൻവെസ്റ്റ് ഈ റീൽസ് ഇങ്ങനെ പോപ്പുലറായിട്ട് ഇവരെ തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു ഫണ്ണായിട്ട് എന്താണ് ഈ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ അങ്ങനെ ഈ മിസ് ഗ്രാൻഡിനെ പറ്റി അറിയുന്നതും അങ്ങനെ ഫോളോ അപ്പ് ചെയ്ത് നോക്കുമ്പോൾ ഓഫ് കോഴ്സ് ഷീസ് വെൽ ഡിസേർവ്ഡ് തന്നെയായിരുന്നു. ഈ MGI ആയിട്ട് ബന്ധപ്പെട്ട് ഈ വർഷം കുറേ റൂമേഴ്സ്, കോൺഫ്ലിക്ട്സ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് മ്യാൻമാറിനകത്തു നിന്നുള്ള ഒരാൾ, സെക്കൻഡ് റണ്ണറപ്പായിട്ടുള്ള ഒരാളിൽ നിന്നുള്ളത് ഇതൊരു വലിയൊരു കഥയാണ്. എനിക്കിത് പറഞ്ഞു തരുമെന്ന് അറിയത്തില്ല. പല രാജ്യങ്ങളിൽ നിന്ന് സുന്ദരിമാരാണ്. അവരുടെ രാജ്യങ്ങളിൽ മിസ് ഗ്രാൻഡ് ഇന്ത്യ ജയിച്ച ആളാണ് റേച്ചൽ ഗുപ്ത. അവരുടെ രാജ്യങ്ങളിൽ നിന്നും വിന്നറായ മാത്രമേ നമ്മുടെ ലൈക്ക് ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മത്സരിക്കാൻ പറ്റും. അങ്ങനെ ഓരോ രാജ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്ത ഓരോ ആൾക്കാർ വരും. അങ്ങനെ ഇന്ത്യ, ഫിലിപ്പീൻസ്, മ്യാൻമർ, ഫ്രാൻസ്, ബ്രസീൽ എന്നിങ്ങനെ ഇഷ്ടംപോലെ കൺട്രീസിൽ നിന്നും ഇങ്ങനെ വരും. അപ്പോൾ ടോപ്പ് 5 ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇന്ത്യ, ഫിലിപ്പീൻസ്, മ്യാൻമർ, ഫ്രാൻസ്, ബ്രസീൽ ഇങ്ങനെ ഇവിടെ നിന്നുള്ള സുന്ദരിമാർ വന്നു. എന്താ പറയുക, അവർ റെപ്രസെൻ്റ് ചെയ്തു. റേച്ചൽ വിൻ ചെയ്തു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഇവർക്ക് കുറേ റൗണ്ട് ഉണ്ട്. ടോപ്പ് 20, എനിക്ക് ഓർമ്മയുണ്ട്, ടോപ്പ് 20, ടോപ്പ് 10 അങ്ങനെയൊക്കെയാണ് റൗണ്ട്സ്. സ്വിംസ്യൂട്ട് റൗണ്ട് ഉണ്ട്, ഗൗൺ റൗണ്ട് ഉണ്ട്, പിന്നെ സ്പീച്ച് റൗണ്ടോ Q&A അങ്ങനെ കുറേ റൗണ്ട്സാണ് അവർക്കുള്ളത്. അപ്പോൾ അങ്ങനെ റേച്ചൽ അതെല്ലാം കറക്റ്റ് വിൻ ചെയ്തു. അവർക്കെല്ലാവരും 5 പേർക്കും സെയിം ക്വസ്റ്റനാണ് ലാസ്റ്റ് ഫൈനലിൽ കിട്ടിയത്. അതായത് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ക്രിട്ടിക്കൽ ഇഷ്യൂ എന്താണ് അവർക്ക് അതിനുള്ള പരിഹാരം എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ അങ്ങനെ എന്തോ ആയിരുന്നു ചോദ്യം. അതിന് 5 പേരും 5 വ്യത്യസ്തമായ ഉത്തരങ്ങൾ നൽകി. എനിക്ക് ആരും പേര് അറിയത്തില്ല. ഫിലിപ്പീൻസ്, മ്യാൻമർ, ബ്രസീൽ, ഇന്ത്യ, ഫ്രാൻസ് 5 പേരായിരുന്നു ടോപ്പ് 5 ഉണ്ടായിരുന്നത്. അതിൽ ഫിലിപ്പീൻസ് എന്ന് പറഞ്ഞത് വാർ ആൻഡ് പീസിനെ പറ്റി, പിന്നെ നമ്മുടെ മ്യാൻമർ നിന്ന് വന്ന സുന്ദരി പറഞ്ഞത് പ്ലാസ്റ്റിക്കിൻ്റെ യൂസിനെ പറ്റി, പിന്നെ ബ്രസീലിൽ നിന്നുള്ള വിന്നർ എന്ന് പറഞ്ഞത് പിന്നെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ ആയിരുന്നു, എഡ്യൂക്കേഷൻ കിട്ടാത്തൊരവസ്ഥ. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് റേച്ചൽ വന്നിട്ട് പോവർട്ടി, ദാരിദ്ര്യത്തെ പറ്റി പറഞ്ഞു, ദാരിദ്ര്യം. പിന്നെ ഫൈനലി നമ്മുടെ ഫ്രാൻസിൽ നിന്നുള്ളത് എന്തോ ഒരു മീഡിയ അങ്ങനത്തെ സംഭവമാണ് പറഞ്ഞത്. മീഡിയയുടെ ഓവർ യൂസോ സോഷ്യൽ മീഡിയ ഓവർ യൂസോ അങ്ങനെ എന്തോ ആയിരുന്നു.
അങ്ങനെ 5 പേര് 5 വ്യത്യസ്ത ഉത്തരം പറയുന്നു. അങ്ങനെ ബ്രസീൽ നമ്മുടെ 4th റണ്ണറപ്പ് ആവുന്നു, ഫ്രാൻസ് 3rd റണ്ണറപ്പും, മ്യാൻമർ 2nd റണ്ണറപ്പും, ഫിലിപ്പീൻസ് 1st റണ്ണറപ്പും, ഇന്ത്യ വിന്നറുമായി മാറി. അപ്പോൾ ഇതിനകത്ത് മ്യാൻമർക്ക് അവർ പറയുന്ന അവരാണ് വിന്നറാവും ഡിസേർവ് ആവുന്നതെന്നും, അപ്പോൾ അവരെന്തോ മിസ്ബിഹേവ് കൊണ്ട് അന്ന് ഭയങ്കര അവർ ഡ്രാമ ക്വീൻ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ വിളിക്കുന്നത്. കാരണം അവർ ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് അവരുടെ ഓർഗനൈസേഷൻ ഹെഡുമാർ എടുത്തുകൊണ്ടാണ് സ്റ്റേജിൽ നിന്ന് പോകുന്നത്. അതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണാം. സോ ഇതൊരു വല്ലാത്തൊരു ഇതായിരുന്നു. അങ്ങനെ അവരെ 2nd റണ്ണറപ്പിൽ നിന്ന് അവരെ ഡീത്രോൺ ചെയ്ത് കളഞ്ഞു. പിന്നെ ഒരു റൂമർ ഉണ്ടായിരുന്നു, നമ്മുടെ മിസ് ഫ്രാൻസ് മിസ് ഇന്ത്യ റേച്ചിലായിട്ട് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ റൂമറൊക്കെ അതിനെപ്പറ്റി കറക്റ്റ് ഡീറ്റെയിൽ എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് 6 മാസത്തോളം എങ്ങാണ്ടായി റേച്ചിൻ്റെ റെയിനിങ് കഴിഞ്ഞിട്ട്. നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് 6-7 മാസമാകുന്നു. അപ്പോൾ ഇനി അടുത്ത ഒക്ടോബർ ആകുമ്പോൾ അടുത്ത മത്സരം വരും. അങ്ങനെ എല്ലാ വർഷവും ഒക്ടോബറിലാണ് അവർ മത്സരം വെക്കുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ റേച്ചൽ ഗുപ്ത അങ്ങനെ റിസൈൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ കൂടുതൽ കാര്യം നമുക്ക് പുറകെ അറിയാം. പക്ഷേ റെസ്പെക്ട് ടു ഹെർ ഡിസിഷൻ, നല്ല ഡിസിഷൻ ആയിരിക്കട്ടെ. കാരണം ഷീ ഈസ് എ റേച്ചൽ ഗുപ്ത ഇസ് എ മിസ് യൂണിവേഴ്സ് മെറ്റീരിയൽ. ഷീ ഡിസേർവ് ബെറ്റർ ദാൻ മിസ് ഗ്രാൻഡ്. സത്യം പറയാലോ. കാരണം ഇനി മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരം വരുന്നു. ഇഫ് ഷീ പാർട്ടിസിപ്പേറ്റ് ഡെഫിനറ്റ്ലി ഷീ വിൽ വിൻ, അത് ഉറപ്പാണ്. സോ കണ്ടറിയാം. അപ്പോൾ മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണൽ പുതിയൊരു വീഡിയോ പുറത്തുവിട്ടു. മിസ് ഫിലിപ്പീൻസ് ആണെങ്കിൽ എന്താണ് പദവി ഏറ്റെടുക്കാൻ പോകുന്നത്. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ വിന്നർക്ക് അവരുടെ ഡ്യൂട്ടീസ് ഫുൾഫിൽ ചെയ്യാതെ അവരുടെ കർത്തവ്യം നിർവഹിക്കാൻ പറ്റിയില്ലെങ്കിൽ റണ്ണറപ്പ് അവരുടെ സ്ഥാനം ഏറ്റെടുക്കും. ഇപ്പോൾ നിങ്ങൾ മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടും. അപ്പോൾ അവരൊരു പുതിയൊരു റീല് പുറത്തിറക്കിയിട്ടുണ്ട്. ഫിലിപ്പീൻസിൻ്റെ ഒക്കെ ഒരു വീഡിയോസൊക്കെ വെച്ചിട്ട് മിസ് ഗ്രാൻഡ് ഇൻ്റർനാഷണൽ ഈസ് ടു ബി അനൗൺസ്ഡ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് റീലൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പറയാനാണ് വന്നത്. സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എന്തായാലും എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം ഇനി എന്താകുമെന്ന്. സോ ദാറ്റ്സ് ഓൾ. സോ ബൈ ഗൈസ്.